സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദുസ്സാലിഹീനിൽ ജീവിതത്തിൽ വിലക്കപ്പെട്ട മഹാപാപങ്ങളെ സംബന്ധിച്ചുള്ള വിശദീകരണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹദീസുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മുടെ അവസരത്തിൽ വളരെ വ്യക്തമായ നിലക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം എന്നുള്ള ഹദീസുകൾ പറഞ്ഞു വരുന്നതിൻ്റെ അവസാന ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഹദീസാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത്. ഇത് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ്. വഅൻ അബീ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യൻദുറു الرجل ഇലാ ഔറത്തി الرجل വലാ المرأة ഇലാ ഔറത്തി المرأة വലാ യുഫ്ളി الرجل ഇലാ الرجل ഫീ ثوب واحد ولا تفضي المرأة إلى المرأة في الثوب الواحد رواه مسلم رحمه الله. മഹാനായ സഹാബി അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു സഹാബിയാണ്. അദ്ദേഹം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂല് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, ലാ യൻദുറു الرجل, ഒരു പുരുഷൻ നോക്കാൻ പാടില്ല, അവൻ നോക്കരുത്, ഇലാ ഔറത്തി റജുലി, മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല, വലൽ മർഅതു, ഒരു സ്ത്രീയും നോക്കുവാൻ പാടില്ല, നോക്കരുത്, ഇലാ ഔറത്തിൽ മർഅതി, മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്ക്, വലാ യുഫ്ളി റജുലു, ഒരു പുരുഷനും ചേർന്ന് കിടക്കരുത്, ഇല റജുലി, മറ്റൊരു പുരുഷൻ്റെ കൂടെ. അഫ്ലാ യുഫ്ലി എന്ന് പറഞ്ഞാൽ ചേർന്ന് കിടക്കുന്നതിനാണ് പറയുക. അഫ്ലാ യുഫ്ലി, മറയില്ലാതെ രണ്ട് ശരീരങ്ങൾ തമ്മിൽ ചേർന്ന് കിടക്കുന്നതിനാണെന്ന് പറയാ അഫ്ലാ. വലാ യുഫ്ലി റജുലു ഇല റജുലി, ഒരു പുരുഷനും മറ്റൊരു പുരുഷൻ്റെ കൂടെ ചേർന്ന് കിടക്കരുത്, ഫീ സൗബിൻ വാഹിദിൻ, ഒരൊറ്റ വസ്ത്രത്തിനുള്ളിൽ. അതുപോലെ തന്നെ വലാ തുഫ്ളിൽ മർഅതു, ഒരു സ്ത്രീയും ചേർന്ന് കിടക്കരുത്, ഇലൽ മർഅതി, മറ്റൊരു സ്ത്രീയുടെ കൂടെ, ഫിസ്സൗബിൽ വാഹിദി, ഒരേ വസ്ത്രത്തിലായിക്കൊണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഏറെ ഗൗരവതരമായ കാലോചിതമായ ഒട്ടേറെ കാര്യങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്ന ഹദീസ് കൂടിയാണിത്. ഒന്നാമതായി പറഞ്ഞതെന്താണ്? ഒരു പുരുഷനും മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കരുത്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഒരു പുരുഷൻ്റെ ഔറത്തപ്പം ഏതാണ്? ഒരു പുരുഷന് മറ്റൊരു പുരുഷനിൽ കാണാൻ പാടില്ലാത്ത ഭാഗം ഏതാണ്? അവിടേക്കാണല്ലോ നോക്കരുതെന്ന് പറയാം. വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഔറത്തുർ റജുലി മിനസ്സുറത്തി ഇല റുക്ബ, മുട്ട് മുതൽ കാൽമുട്ട് മുതൽ പൊക്കിൽ വരെയുള്ള ഇടമാണ് ഒരു പുരുഷൻ്റെ നഗ്നത. അപ്പോൾ കാലിൻ്റെ മുട്ടടക്കം മറയുന്ന, പൊക്കിൽ മറയ്ക്കുന്ന വിധത്തിൽ അതിൻ്റെ ഇടക്കുള്ള, അതാണ് മാ ബൈന സുറത്തി വർ റുക്ബ. സുറ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊക്കിളിനാണ് പറയുക. റുക്ബത്ത് എന്ന് പറയുന്നത് കാൽമുട്ട്. കാൽമുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടക്കുള്ള സ്ഥലമാണ് ഒരു പുരുഷൻ മറ്റൊരു പുരുഷനിൽ നിന്ന് പോലും മറച്ചു വെക്കൽ നിർബന്ധമായ കാര്യം. അതാണ് അവൻ്റെ ഔറത്ത്. അതിലേക്ക് നോക്കാൻ ഒരു പുരുഷന് മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്ക് നോക്കാൻ പാടില്ല. അതിൽ തന്നെ മുഗല്ലളായ ഔറത്ത്, അതിശക്തമായ ഔറത്ത് എന്ന് പറയുന്നത് അവൻ്റെ മുന്നും പിന്നുമാണ്. അതേപോലെ തന്നെ അത്ര തന്നെ ഗുരുതരമല്ലാത്ത അവൻ്റെ കാൽത്തൊട, മറ്റു ഭാഗങ്ങളൊക്കെ അതിൽ ഉൾപ്പെടും. അപ്പം അതുകൊണ്ട് തന്നെ അതാണ് ഒന്നാമത്തെ നിയമം. രണ്ടാമതായി പറഞ്ഞതോ
വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅത്തി, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ നഗ്നതയിലേക്കും നോക്കാൻ പാടില്ല. ഒരു സ്ത്രീക്ക് നോക്കാൻ പാടില്ലാത്ത നിഷിദ്ധമായ നിലക്കുള്ള മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ ഒരു സ്ത്രീ പാലിക്കേണ്ടുന്ന മര്യാദ എപ്രകാരമാണ്, ഇത് പണ്ഡിതന്മാർ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇത് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീക്കും അവളുടെ ഔറത്ത് പൊക്കിൽ മുതൽ മുട്ട് വരെ എന്ന് പറയാൻ പറ്റില്ല. കാരണം അത് പ്രകൃതിയും എല്ലാ ആളുകളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ നമ്മളുടെ വീട്ടിൽ വീട്ടിൽ പുരുഷന്മാരെങ്ങനെ ഡ്രസ്സ് ധരിക്കുക? ഒരു ഉടുമുണ്ട് മാത്രം എടുത്തുകൊണ്ട് നമ്മൾ നടക്കും. നമ്മളെ നെഞ്ചും വയറും ചുമലും ഒക്കെ തുറന്നിട്ടുകൊണ്ട് ഒരു മുണ്ടെടുത്തിട്ട് മാത്രം നടക്കും. നമുക്കങ്ങനെ നടക്കാം. എന്നാൽ ഇതേപോലെ ഒരു സ്ത്രീക്കും ഔറത്ത് മുട്ട് മുതൽ പൊക്കിൾ വരെയുള്ള ഇടമാണ് എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ നടക്കാറുണ്ടോ? ഇല്ല, നടക്കാറില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിലുമുണ്ട് മര്യാദ. ഭർത്താവിൻ്റെ മുമ്പിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മറയുടെയും പ്രശ്നം ഇല്ല. എല്ലാം നോക്കലും കാണലും അനുവദിക്കപ്പെട്ടതാണ്. അന്യ പുരുഷന്മാരുടെ മുമ്പിൽ മുഴുവൻ അവൾ ഔറത്താണ്. മുഖവും മുൻകൈയും മാത്രം അനുവദിക്കപ്പെട്ടു. അതിൽ തന്നെ പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. അതേ അവസരത്തിൽ മറ്റുള്ള ആളുകൾ, മഹാരിമായ ആളുകൾ ഉണ്ടാകും. ഫൈനൽ മർഅത അമാമൽ മർഅ, ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ, അതേപോലെ തന്നെ അവളുടെ മഹാരിമുകളായ ആളുകളുടെ മുമ്പിൽ, മെഹ്റമുകളായ ആളുകളുടെ മുമ്പിൽ, ബാപ്പ, ആങ്ങള, അങ്ങനെ മെഹ്റമുകളെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആരൊക്കെയാണ് ഒരു സ്ത്രീക്ക് മെഹ്റമായി വരിക? അവരുടെയൊക്കെ മുമ്പിൽ സാധാരണഗതിയിൽ വെളിവാകുന്ന ഭാഗങ്ങളൊക്കെ അവരുടെ മുമ്പിലും വെളിവാക്കാം. അവളുടെ കയ്യ്, മൗലിഉ സിവാർ, വളയിടുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കൈത്തണ്ട, മുഖം, മുടി, അതുപോലെ തന്നെ അവർ ചെയിനണിയുന്ന, അതേപോലെ തന്നെ അവരുടെ കാൽപാദം, ഇതൊക്കെ ഇതേപോലെയുള്ള ഒരു സ്ത്രീക്ക് സ്വാഭാവികമായി സാധാരണഗതിയിൽ ഒരു വീട്ടിൽ അവൾ എപ്രകാരം മറക്കുന്നുവോ നമുക്കൊക്കെ അത് ആലോചിച്ചാൽ അറിയാം. പൊതുവെ സ്ത്രീകൾ അവരുടെ വീടുകളിൽ ആവുമ്പോൾ ധരിക്കുന്നൊരു വസ്ത്രമുണ്ട്. അതിൽ അവരുടെ തലമറക്കൂല, മുഖം വെളിവാകും, തലമറക്കൂല, കൈത്തണ്ടകൾ വെളിവാകും, ചെറുപ്പക്കാല് കണങ്കാല് വെളിവാകും. അതുപോലെ തന്നെ ആ നിലക്കുള്ള ഒരു പ്രത്യേകമായ നിലക്കുള്ള വേഷത്തിലാണ് പൊതുവിൽ സാധാരണഗതിയിൽ പുരുഷന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയും സ്ത്രീകൾ ഈ വിധത്തിലുമൊക്കെയാണ് അവരുടെ മഹാരിമകളായ ആളുകളുടെ മുമ്പിൽ അവർക്ക് അനുവദിക്കപ്പെട്ട കാര്യം അതാണ്. അപ്പോൾ ഒരു സ്ത്രീകൾ മാത്രമുള്ളയിടത്ത് പെണ്ണിനിപ്പോൾ അതൊക്കെ തുറന്നിട്ട് നടക്കാവോ? പറ്റില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. സ്ത്രീകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് മാറും, പിന്നെ എല്ലാം തുറന്നിട്ടുകൊണ്ട് ആ നിലക്കുള്ള ഡ്രസ്സ് ധരിച്ച് ഇവിടെ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കുന്നതിനെ പണ്ഡിതന്മാരത് പറ്റില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്ക് മഹാരിമകളായ ആളുകളുടെയൊക്കെ മുമ്പിലുള്ള അതേ വിധി തന്നെയാണ് ഒരു സ്ത്രീയുടെ മുമ്പിൽ ഒരു സ്ത്രീക്ക് അവൾ മറക്കേണ്ടുന്ന ഭാഗമായിക്കൊണ്ട് പണ്ഡിതന്മാർ ഇവയുടെയൊക്കെ വിവിധ ഹദീസുകളുടെയും ആയത്തുകളുടെയും ഒക്കെ വിശകലനങ്ങൾക്കൊടുവിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ അവരും വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇവിടെ പെണ്ണ് മാത്രമുള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാം അവളുടെ മുമ്പിൽ അങ്ങ് വ്യക്തമാക്കുന്ന നിലക്ക് പാടുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഒരാളിൽ നിന്ന് വെളിവായി തന്നെ നമ്മൾ നോക്കാൻ പാടില്ല എന്ന്. ചിലപ്പോൾ മനുഷ്യന് ഒരാൾ വീഴ്ചയിൽ ഒരുപാട് ചിലപ്പോൾ ഔറത്തുകൾ വെളിവാകും. അതേപോലെ തന്നെ പല കാറ്റടിച്ചിട്ട് അങ്ങനെ പലപ്പോഴും അങ്ങനെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ചിലപ്പോൾ ഈ ആൾ അശ്രദ്ധനായിട്ട് അയാളിൽ നിന്ന് എന്തെങ്കിലും വെളിവാകുന്നുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ ദൃഷ്ടി താഴ്ത്തി നമ്മൾ നോക്കാതിരിക്കുകയാണ് വേണ്ടത്, ഒരു പുരുഷൻ്റെ ഔറത്തായാൽ പോലും. ഇതാണ് തുടക്കത്തിലേ പറയുന്നത്, ലാ യൻദുറു റജുലു ഇലാ ഔറത്തി റജുലി, ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ ഔറത്തിലേക്കോ ഒരു സ്ത്രീയുടെ നഗ്നതയിലേക്കോ നോക്കുവാൻ പാടുള്ളതല്ല. ഇതാണ് ഒന്നാമതായി ഈ ഹദീസിൻ്റെ ആദ്യ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. മെഹ്റമുകളായ ആളുകളുടെ മുമ്പിൽ പോലും അവർക്ക് വെളിവാക്കുന്നതിന് ലിമിറ്റുണ്ട്, പരിധിയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ വീടുകളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ ഇന്നിപ്പോൾ പരിഷ്കാരത്തിൻ്റെ പേരിൽ
ഭർത്താവിൻ്റെ മുമ്പിൽ നൈറ്റ് ഒരാൾക്ക് തൻ്റെ ഭർത്താവിൻ്റെ റൂമിൽ എപ്രകാരമാണോ എങ്ങനെയും വസ്ത്രം ധരിക്കാമല്ലോ, അങ്ങനെ വസ്ത്രം ധരിക്കുകയും ചെയ്യാം. അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യമാണ് ഒരു ഭർത്താവിൻ്റെ മുമ്പിൽ. ആ ഭർത്താവിൻ്റെ മുമ്പിൽ ധരിക്കാവുന്നൊരു വേഷത്തിൽ ഒരു സ്ത്രീക്ക് തൻ്റെ മക്കളുടെ മുമ്പിലേക്ക് ഇറങ്ങാമോ, ആങ്ങളയുടെ മുമ്പിലേക്ക് ഇറങ്ങാമോ, പിതാവിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങാമോ, ഭർത്തൃപിതാവിൻ്റെ മുമ്പിലേക്ക് ഇറങ്ങാമോ? പാടില്ല. അതാണ് നമ്മൾ ഇതിൻ്റെ വ്യത്യാസമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് തന്നെ അവിടുന്ന് പ്രത്യേകം അനുവദിച്ചൊരു കാര്യമാണ്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉടുമുണ്ട് മാത്രം ഉടുത്താലും, ചില സഹാബിമാർ ആ കാലഘട്ടത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഉടുമുണ്ട് മാത്രം ഉടുക്കുക എന്നുള്ളതൊരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ആളുകളുടെ മുമ്പിലേക്ക് അവൻ ഇറങ്ങുമ്പോൾ അവൻ്റെ ഒരു മര്യാദയും അദബും പാലിച്ചുകൊണ്ട് അവൻ എന്തു ചെയ്യും? തൻ്റെ ശരീരം മറ്റൊരാൾ കാണുന്ന ഒരാളും എന്തു ചെയ്യൂല, ഇഷ്ടപ്പെടൂല. അതുകൊണ്ട് തന്നെ അവൻ മറക്കും. അത് മറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതൊരു ഔറത്ത് എന്നുള്ള നിലക്കല്ല, അത് ആ നിലക്കുള്ള ഒരു മറക്കലല്ല, മറിച്ച് അതൊരു പൊതുവായിട്ട് അവൻ്റേതായ ഒരു എന്താ പറയുക, അവന് മാനസികമായിട്ടൊരു സംതൃപ്തി ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ മര്യാദ അവൻ നിലനിർത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നുകൊണ്ട് പറഞ്ഞത് എന്താണ്? രണ്ടാമത്തെ ഭാഗം എന്താണ് ഹദീസിൻ്റെ പാർട്ടിൽ? വലാ യുഫ്ളിർ റജുലു ഇലർ റജുലി, ഒരാൾ ആണുമായി കൂടിച്ചേർന്ന് കിടക്കരുത്. ഫി സൗബിൻ വാഹിദിൻ, ഒരൊറ്റ വസ്ത്രത്തിൽ. അതുപോലെ തന്നെ ഒരു സ്ത്രീയും അപ്രകാരം കിടക്കാൻ പാടില്ല. ഇത് 10 വയസ്സായാൽ തന്നെ ഇതിൻ്റെ നിയമം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി തന്നെ അത് രക്ഷിതാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് 7 വയസ്സായാൽ നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവീൻ. ഒരു ഹദീസാണ്, നമ്മൾ സാധാരണ കേട്ട് പരിചയമുള്ള ഒരു ഹദീസാണ്. നിങ്ങളുടെ മക്കൾ 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുവീൻ. 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നിങ്ങൾ അവരെ ശിക്ഷിക്കുവീൻ. ചെറുതായ ശിക്ഷാരീതികൾ, ശിക്ഷണ നടപടികളൊക്കെ എടുക്കണം. 10 ആയിട്ടും അവർ അതിന് വഴങ്ങുന്നില്ലെങ്കിൽ. എനിക്ക് നിർബന്ധമായിട്ടൊന്നുമല്ല അത്. പക്ഷേ ഒരാൾ പ്രായപൂർത്തിയായ ഒരു ഘട്ടത്തിൽ മാത്രം ഒരു കാര്യമാണ് ചെയ്യാൻ പറഞ്ഞാൽ സ്വിച്ചിട്ടതുപോലെ അത് അംഗീകരിക്കാൻ അയാളുടെ പ്രകൃതി വഴങ്ങൂല. അതുകൊണ്ടാണ് ഈ ശീലിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പം നമ്മുടെ ചെറിയ മക്കളെ തന്നെ വാസ്തവത്തിൽ അതൊരു പ്രായപൂർത്തിയാകുമ്പോഴല്ലേ അവൾ പൂർണ്ണമായി വസ്ത്രം ധരിക്കുന്ന ആ ഒരു രീതിയിലേക്ക് പോകേണ്ടതുള്ളൂ. പക്ഷെ ഒരു പെൺകുട്ടിക്ക് അവൾ പ്രായപൂർത്തിയാകുന്നതോ ഒന്നുകിൽ 15 വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി, അതല്ലെങ്കിൽ മെൻസസ് പുറപ്പെടുന്നതോടുകൂടിയാണ്, ആർത്തവം പുറപ്പെടുന്നതോടുകൂടിയാണ്. അത് 15 ആയിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ കുട്ടികളിപ്പോൾ പ്രത്യേകമായി പല കുട്ടികളും മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പെൺമക്കളൊക്കെ ഏർലി സ്റ്റേജിൽ തന്നെ അവർ എന്തു ചെയ്യാണ്? മെൻസസിലോട്ട് കിടക്കുകയാണ്. പല കാരണങ്ങളുണ്ടാകാം. ജീവിക്കുന്ന സാഹചര്യങ്ങൾ, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഹോർമോൺ സ്വാധീനിക്കുന്നുണ്ടാകാം, വ്യത്യസ്ത ഘടകങ്ങളുണ്ടാവാം. മുൻകാലങ്ങളിലൊക്കെ കുറേ കഴിഞ്ഞിട്ട് പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ 15 ആയിട്ടും മെൻസസ് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ഇതെന്താ തകരാറെന്ന നിലയ്ക്ക് ഹോസ്പിറ്റലിൽ കാണിക്കുകയും അതിൻ്റെ പേരിൽ ചിലപ്പോൾ നേരിയ രൂപത്തിലുള്ള ഓപ്പറേഷനുകളൊക്കെ നടത്തേണ്ട അവസ്ഥകളൊക്കെ വരും. ഇന്നിപ്പോൾ കുട്ടികൾക്ക് 9 വയസ്സ് 10 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അവർ മെച്ചുവേർഡാകുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ ഈ നിലക്കുള്ള മെൻസസിലേക്ക് കിടക്കുകയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തി 15 വയസ്സാണ്. സ്ത്രീക്കോ വയസ്സല്ല, മെൻസസ് പുറപ്പെടലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നിയമങ്ങളും അവരുടേതായ കാര്യങ്ങളുമൊക്കെ പെട്ടെന്നൊരു പ്രഭാതത്തിൽ അവരോട് ഇന്നിപ്പോൾ നിനക്ക് മെൻസസ് ആയിട്ടുണ്ട്, ഇന്ന് മുതൽക്ക് നീ ഇനി ഇസ്ലാമിൻ്റെ വേഷം ധരിച്ചോളാം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കത് ഉൾക്കൊള്ളൂല. അതേമാതിരി ആൺകുട്ടികളാവട്ടെ, അവർക്കും തന്നെ 15 വയസ്സ് ഇപ്പോൾ പൂർത്തിയായി, ഇനി ഇത് നിസ്കരിക്കണം, അതിന് മുമ്പ് നമ്മൾ കുട്ടികൾക്ക് നിസ്കാരമൊന്നും പറഞ്ഞു കൊടുത്തില്ല, ശീലിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് മുമ്പേ ഒരു തദ്രീബ്, ഒരു തെർബിയത്ത്, ഒരു പരിശീലനം ഇസ്ലാം 7 വയസ്സിലെ തുടങ്ങി. 7 വയസ്സിലെ നിസ്കരിക്കാൻ കൽപ്പിക്കാൻ പറഞ്ഞു. 10 വയസ്സായിട്ടും നിസ്കരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ ചെറിയ രൂപത്തിലുള്ള ശിക്ഷകളൊക്കെ സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മുടെ വിഷയവുമായിട്ടുള്ള ബന്ധം. വഫരിഖൂ ബൈനഹുന്ന ഫിൽ മളാജിഇ എന്നാണ് തുടർന്നുകൊണ്ട് പറയുന്നത്. നിങ്ങളുടെ മക്കൾ 10 വയസ്സിലുള്ള ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മക്കളാണ്, അവർ ബ്രദേഴ്സാണ്, സിസ്റ്റേഴ്സാണ്, അതൊന്നും പ്രശ്നമല്ല. കിടപ്പറയിൽ നിങ്ങളവരെ വേറിട്ട് കിടത്തണം, വേറെ കിടത്തണം, ഒന്നിച്ച് അവർ കിടന്നുകൂടാ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വേറെ കിടക്കാൻ എവിടെ സ്ഥലം?
ഇന്നല്ല ഇപ്പോൾ കുറച്ചൊക്കെ സംവിധാനം ഉണ്ടായത്. പണ്ട് കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളെന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥയാണ്. അവിടെ തന്നെ 2-3 സഹോദരങ്ങളുണ്ടെങ്കിൽ അവരൊക്കെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടാവും, അവരുടെയൊക്കെ മക്കളുണ്ടാവും. വേറെ വേറെ വീടൊന്നുമില്ല. അന്നൊക്കെയുള്ള വലിയ തറവാടുകളല്ലേ. അപ്പം അതുകൊണ്ട് ഒരാൾക്ക് ഒരു കുടുംബത്തിന് ചിലപ്പോൾ ഒരു റൂമുണ്ടാവും, അവിടെ തന്നെ വാപ്പിയമ്മയോ ചിലപ്പോൾ ഒരു കട്ടിലിടായിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. ബാക്കി കുട്ടികളൊക്കെ കൂടി താഴെ ഒരു പായം വിരിച്ച് പുല്ലുപായം വിരിച്ച് ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. അതുകൊണ്ടൊക്കെ അതിൻ്റേതായ ചില ദൂഷ്യവശങ്ങളും ഉണ്ടായിട്ടുമുണ്ടാകാം. എന്തായിരുന്നാലും ഇസ്ലാം പറയുന്നത് എന്താണ്? 10 വയസ്സായി കഴിഞ്ഞാൽ ഒരേ പുതപ്പിനുള്ളിൽ ഒരിടത്ത് ചേർന്ന് കിടക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. പിന്നെ സഹോദരിമാർ 2 തമ്മിലാണെങ്കിലും 2 ബ്രദേഴ്സാണെങ്കിലും 2 ആൺകുട്ടികളാണെങ്കിലും 2 പെൺകുട്ടികളാണ് അവർ തമ്മിലോ ഇനി അങ്ങനെ ആണും പെണ്ണുമായിട്ടുള്ള അങ്ങളി പെങ്ങളും അല്ലേ, എന്തായിരുന്നാലും അനുവദിച്ചുകൂടാ. ചില ആളുകൾ ഇങ്ങനെ സ്നേഹം മൂത്തിട്ട് മക്കൾക്ക് പ്രായമായാലും ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കാൻ അനുവദിക്കും. ആ മോനല്ലേ, എൻ്റെ കുട്ടിയല്ലേ, അവനക്ക് അങ്ങനെയാണ്, അങ്ങനെ ശീലിച്ചിരിക്കണം, ഞാൻ അല്ലാതെ അവന് പറ്റൂല. അതൊക്കെ മാറണം, മാറ്റേണ്ട സമ്പ്രദായങ്ങളാണ്. അതൊന്നും എക്സ്ക്യൂസ് നമ്മളങ്ങനെ ആ നിലക്കുള്ള സഹതാപ തരംഗമൊന്നും ഇവിടെ നടക്കൂല, പാടില്ല എന്ന് തന്നെയാണ്. അത് ഉമ്മയല്ലേ, ഉമ്മ തന്നെയാണ്. പക്ഷെ അതുകൊണ്ടല്ല, ഒരു പ്രായം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ മാറ്റിക്കിടത്തേണ്ടവരെ മാറ്റിക്കിടത്തുക തന്നെ ചെയ്യണം. അതൊരു ട്രെയിനിങ് ആണ്, അതൊരു പരിശീലനമാണ്. അതിലൊക്കെ അടങ്ങിയ ഹിക്മത്ത് എന്താണെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച റബ്ബല്ലേ ഇതൊക്കെ പറയുന്നത്. അതിൽ അവന് പല ഹിക്മത്തുകളും ഉണ്ടാകാം. പലതും നമുക്ക് മനസ്സിലായി കഴിഞ്ഞു, ചിലതൊക്കെ ഇനിയും മനസ്സിലാകാനുണ്ടായിരിക്കാം. എന്തായിരുന്നാലും ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമം അങ്ങനെയാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ 10 വയസ്സായി കഴിഞ്ഞാൽ ഒരു പുതപ്പിനുള്ളിൽ അവർ ഒരുമിച്ച് കിടന്നുകൂടാ. നിങ്ങളവരെ കിടപ്പറയിൽ, കിടപ്പുസ്ഥാനം മലാജികളിൽ ഫർരിഖൂഹുന്ന, അവരെ നിങ്ങൾ വേറിട്ട് കിടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒക്കെ ഇതുകൊണ്ടാണ്. കാരണം ശരീരങ്ങൾ തമ്മിൽ സ്പർശിക്കുമ്പോൾ ആണും തമ്മിലാവട്ടെ, ആണും പെണ്ണും തമ്മിലാവട്ടെ, പെണ്ണും തമ്മിലാവട്ടെ, വൈകാരികതകൾ ഉണരുവാനും അതുപോലെ തന്നെ അവൻ്റെ മനസ്സിൽ വേണ്ട ചിന്തകൾ ഉണരുവാനുമൊക്കെ അത് കാരണമാകുമെന്നുള്ളത് മനുഷ്യപ്രകൃതമാണ്. ഇസ്ലാം മനുഷ്യപ്രകൃതി അറിയുന്ന മതമാണല്ലോ. റബ്ബല്ലേ ഇത് പറയുന്നത്, വലഖദ് ഖലഖ്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. ആരാണ് ഈ പ്രോഡക്റ്റിൻ്റെ, ആരാ ഇത് നിർമ്മിച്ചത്? അള്ളാഹുവാണ്. അവനാ പറയുന്നത്. അവനറിയാം മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് അവൻ്റെ അവൻ്റെ പ്രകൃതം എന്താണ്, എന്തൊക്കെയാണ് അവനിൽ സംഭവിക്കുന്നത്, ഏതൊക്കെ ഹോർമോണുകൾ ഏതൊക്കെ ഘട്ടങ്ങളിൽ അവനിൽ ഉണരും എന്നൊക്കെ. ഇന്നത്തെ വൈദ്യശാസ്ത്രം എന്നല്ലല്ലോ, റഹ്മാനായ റബ്ബ് നിശ്ചയിച്ചില്ലേ, എല്ലാം അവനറിയാലോ. അപ്പം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള നിയമങ്ങളാണ്. ഇനി കുടുംബമൊന്നുമല്ല, ബന്ധമൊന്നുമില്ല, നമ്മൾ ഒരുമിച്ച് ഹോസ്റ്റലുകളിലാണ്, അങ്ങനെ ചേർന്ന് കിടക്കാൻ പാടില്ല. വെറും ഗേൾസ് ഹോസ്റ്റലാണ്, വിമൻസ് ഹോസ്റ്റലാണ്, അതല്ലെങ്കിൽ ജെൻസിൻ്റെ ഹോസ്റ്റൽ മാത്രമാണ്, അവിടെയാണെങ്കിലും പറ്റൂല, എവിടെയാണെങ്കിലും പാടില്ല. അപ്പം അതുകൊണ്ട് തന്നെ അതൊക്കെ ആളുകൾ അതൊക്കെ ഒഴിവാക്കിയതിൻ്റെ തിക്തഫലങ്ങളാണ് ഇന്നത്തെ LGBT കമ്മ്യൂണിറ്റിയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ തുടക്കങ്ങൾ. അത് നമ്മൾ വിശദീകരിക്കേണ്ടതില്ലാത്തത്ര. ഇന്നിപ്പോൾ ആണും കല്യാണം കഴിച്ച് നടക്കുന്നത്, പെണ്ണും കല്യാണം കഴിച്ച് നടക്കുന്നത്, അവർക്കൊക്കെ വലിയ സ്വീകാര്യത സമൂഹത്തിൽ കിട്ടാൻ വേണ്ടി പലരും അവർക്ക് വേണ്ടി ന്യായീകരിക്കുന്നു, അവർക്ക് വേണ്ടി സംസാരിക്കുന്നു. ഇതൊക്കെ ലോകം അംഗീകരിച്ചു കഴിഞ്ഞു എന്നൊക്കെ പലരും പറയുന്നു. എന്നൊക്കെയുള്ള പ്രത്യേകമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രത്തോളം ഇത്തരം ഹദീസുകളുടെയൊക്കെ പ്രസക്തി ഒരു 10,400 കൊല്ലങ്ങൾക്കപ്പുറം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോട് ഇതൊക്കെ പറഞ്ഞില്ലേ. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതാണ്. സാർവകാലികമാണ് ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, സാർവജനീനമാണ്, എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തേക്കും ഫിറ്റായ നിയമങ്ങളാണിത് പറയുന്നത്. അന്നുണ്ടായ അസുഖം, അന്നുണ്ടായതൊക്കെ അതിൻ്റെ അധുനാധുന രൂപങ്ങൾ ഇന്നത്തെ ടെക്നോളജി വളർന്ന കാലഘട്ടത്തിൽ അത് ഇന്നും നിലനിൽക്കുകയാണ്. ഇന്ന് വിശദീകരിക്കേണ്ട ഒരു കാര്യമുള്ളതൊന്നും, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ബോധ്യമാണ്. അതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാന മർമ്മം അറിഞ്ഞുകൊണ്ട് ഇസ്ലാം ചികിത്സിച്ചു. അതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എപ്പോഴും ചികിത്സ തൊലിപ്പുറത്തല്ല നടത്തുക, അതിൻ്റെ ആഴത്തിലടങ്ങി അതിൻ്റെ മർമ്മമറിഞ്ഞ് ചികിത്സിക്കും. അതുകൊണ്ടാണ് കണ്ണ് താഴ്ത്താൻ വേണ്ടിയാണല്ലോ ഇസ്ലാം പറഞ്ഞത്. വ്യഭിചാരിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ആദ്യം പറഞ്ഞതെന്താണ്? കുല്ലുൽ മുഅ്മിൻ, നമ്മുടെ അധ്യായം തന്നെ അതല്ലേ, നിങ്ങൾ പുരുഷൻ അന്യ സ്ത്രീയിലേക്ക് നോക്കരുത്. കാമം, ആ കാമ കണ്ണുകളോടുകൂടി ആൺകുട്ടികളിലേക്ക്, ആണിലേക്ക് പോലും നോക്കരുത്. അല്ലേ ഞാൻ മുമ്പത്ത് വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കാലത്ത് കാൾ ഗേളുകളും അതുപോലെ തന്നെ ആ നിലക്കുള്ള കാൾ ബോയ്സും ഇന്നിപ്പോൾ വന്നില്ലേ. അപ്പോൾ കാൾ ഗേളുകളിൽ നിന്ന് പോയിട്ട് ഇപ്പം കാൾ ബോയ്സ് അല്ലേ.
ആൺകുട്ടികളെയല്ലേ വിളിച്ചു കൊണ്ടുപോകുന്നത്, അവർക്കല്ലേ വിലയുറപ്പിക്കുന്നത്, അവർക്ക് വേണ്ടിയല്ലേ റൂമുകൾ തയ്യാറാക്കുന്നത്. ആ നിലക്കുള്ള ഒരു സ്വവർഗരതി, അതൊന്നും ഒരു തെറ്റല്ല എന്നുള്ളത് സമൂഹം അതിനൊക്കെ അംഗീകാരം കൊടുത്തെങ്കിൽ നിങ്ങളായിട്ടെന്തിനാണ് ലോകം മുഴുവൻ അതിനെ അംഗീകരിച്ചു എന്നാണ് നമ്മുടെ ഒരു സെലിബ്രിറ്റി പറഞ്ഞത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അവരൊക്കെ അംഗീകരിച്ചെങ്കിൽ നിങ്ങൾക്കെന്താ അത്ര പ്രശ്നമെന്ന്. അപ്പറയുന്ന കാലത്തും 60ഓളം രാഷ്ട്രങ്ങൾ ഇതിനെ അംഗീകരിക്കാതെ ഇന്നും നിലനിൽക്കുന്നതാണ്. ലോകത്ത് എല്ലാവരും അംഗീകരിച്ചു എന്നാണ് അയാൾ തട്ടിവിട്ടത്. വാസ്തവത്തിൽ അത് പറയുന്ന ആ നിമിഷത്തിലും ഈ നിമിഷം വരെയും ലോകരാഷ്ട്രങ്ങളിൽ 60ഓളം രാജ്യങ്ങളിൽ ഇന്നും ഇത് തെറ്റായിട്ട് തന്നെയാണ് കാണുന്നത്. ആ വിവരമൊന്നുമില്ലാതെ ഇങ്ങാണ്ടാണ് പറഞ്ഞതെന്ത്, എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു, നിങ്ങൾക്കെന്താ പ്രശ്നം, നിങ്ങളെ കുടുംബത്തിൽ കയറ്റണ്ട, ഞാൻ എൻ്റെ കുടുംബത്തിൽ കയറ്റുന്നു. അപ്പോൾ അതൊക്കെ ആളുകൾക്ക് ഇപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കി എന്തിനാ മറ്റുള്ളവർ പറയുന്നത്. നമ്മൾക്ക് തന്നെ ഇപ്പം ഇതിങ്ങനെ 100 ആവർത്തി കേട്ടിട്ട് അതിൻ്റെ ഗൗരവം കുറയണില്ലേ? ഇതാ ഇതിൻ്റെ പ്രശ്നം. ഒരുപാട് കേൾക്കുകയാണ് നമ്മൾ, ഒരുപാട് കാണുകയാണ്. അപ്പം നമ്മൾക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു സീരിയസ്നെസ് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊരു പുതുമയില്ലാതായിട്ട് തോന്നും. ഇപ്പം എന്താ ഇനിയിപ്പോൾ ഒരാളപ്പം അങ്ങനെ ഇനിയിപ്പോൾ 2 പെൺകുട്ടികൾ നമ്മളെ മാപ്പിള വീടുകളിൽ നിന്ന് എന്നുണ്ടെങ്കിൽ ഇനി അതിൻ്റെ എണ്ണം വർദ്ധിക്കും, പുതുമല്ലാതാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ലോകത്ത് ഏത് കാലഘട്ടത്തിലും സംഭവിക്കും, ഇന്നും സംഭവിക്കുന്നു, ഇനിയും സംഭവിക്കും. അടിവേരറുക്കുന്ന ചികിത്സയാണ് ഇസ്ലാം കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിനാണ്? ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലെ 6-ാം നൂറ്റാണ്ടെന്ന് ബസ് കിട്ടാത്തവർക്കുള്ള മതാണെന്നല്ലേ പറയുന്നത്. അതിന് മറുപടിയായി പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമങ്ങളൊക്കെ 6-ാം നൂറ്റാണ്ട് അങ്ങേതോ കാടൻ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കുള്ള നിയമങ്ങളാണ്. ആണോ? ആ നിയമമാണോ? അവിടുന്ന് ബസ് കിട്ടാത്തവരാണ് നമ്മളൊക്കെ എന്നല്ലേ ഇതിനെ എതിർക്കുന്നവരെ കുറിച്ച് പറയുന്നത്. ആണോ? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു അവൻ്റെ റസൂലിലൂടെ എന്തൊന്ന് പഠിപ്പിച്ചുവോ അത് മുഴുവൻ ലോകത്തിന് ഫിറ്റാണ്. അതാണ് ഇസ്ലാം എന്നും മികച്ചു നിൽക്കും. അൽ ഇസ്ലാമു യഅലു വലാ യുഅലാ. ഇസ്ലാം എന്നും ഉയർന്നു നിൽക്കും, മികച്ചു നിൽക്കും. അതിൻ്റെ മീതെ മറ്റൊന്നും അതിനെ അതിജയിക്കാൻ വളർന്നിട്ടില്ല, വളരൂല്ല. ഓരോ നിയമങ്ങളിലും അത് കാണാം. ഒക്കെ മർമ്മമറിഞ്ഞ് അടിത്തട്ടിലുള്ള ചികിത്സയാണ്. തൊലിപ്പുറമേയുള്ള ഐസ് കട്ടം മേൽ പെയിൻ്റ് അടിക്കുന്ന ചികിത്സാ രീതി ഇസ്ലാമിലില്ല. അടിസ്ഥാനം അറിഞ്ഞുകൊണ്ട് അവിടെ മരുന്ന് വെക്കും, അവിടെ ചികിത്സിക്കും. അതാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ മഹിമയായി, പ്രത്യേകതയായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ സഹോദരങ്ങളെ, ഈ ഹദീസിൽ ആണും പെണ്ണും അതുപോലെ തന്നെ പെണ്ണും ഒക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അതിൻ്റെ പ്രാധാന്യവും പ്രത്യേകത ഒന്നും നമ്മളിന്ന് വിശദീകരിക്കേണ്ടതില്ല. വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ആ അധ്യായം അവസാനിച്ചു കഴിഞ്ഞു. നമ്മളിതുവരെ പറഞ്ഞതെന്തായിരുന്നു? തഹരീമുൻ നളരി ഇലൽ മർഅത്തിൽ അജ്നബിയ്യ, അന്യ സ്ത്രീയിലേക്കുള്ള നോട്ടം നിഷിദ്ധമാണ് എന്ന് പറയുന്ന അധ്യായത്തിലെ അവസാനത്തെ ഹദീസാണ് നമ്മൾ കേട്ടത്. ഇനി അടുത്ത അധ്യായം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു വശത്തിലേക്കാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന എല്ലാ കവാടങ്ങളെയും ഇസ്ലാം കൊട്ടിയടച്ചല്ലോ. അതിൻ്റെ 1-ാം ഘട്ടമാണ് എന്ത്? നോട്ടം. അതിനെ തന്നെ നിയന്ത്രിച്ചു. അതുപോലെ ഉപോത്ബലകമായിട്ട് ഉണ്ടാകാവുന്ന ഏതെല്ലാം തോന്നിവാസങ്ങളുണ്ടോ, നിമിത്തങ്ങളായി മാറുന്നവയുണ്ടോ, എല്ലാത്തിനെയും നിരോധിച്ചു. സമാനമായൊരു അധ്യായമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ബാബു തഹരീമിൽ ഖൽവ ബിൽ അജ്നബിയ്യ. എന്താണ് ഈ അധ്യായത്തിൻ്റെ അർത്ഥം? തഹരീമുൽ ഖൽവ, ഖൽവത്ത് നിഷിദ്ധമാണ്. എന്താ ഖൽവത്ത് എന്ന് പറഞ്ഞാൽ? ഒറ്റക്കാവൽ. ഖല എന്ന് പറഞ്ഞാൽ ഒറ്റക്കായി. അത് എഴുതുമ്പോൾ അലിഫിട്ടിട്ടാണ് എഴുതേണ്ടത്. ലാമിൻ്റെ ശേഷം അലിഫാണ് ഇടുന്നത്. ഖല, ഒറ്റക്കായി. ഒരു മുളാരിയാണ് യഖ്ലു. നമ്മൾ സാധാരണ ഖലാ എന്ന് പറയും ടോയ്ലറ്റിന്. ഖലാ നമ്മൾ ഒഴിഞ്ഞ് ഒറ്റക്കിരിക്കുന്ന സ്ഥലം. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാവൽ. തഹരീമിൽ ഖൽവ, ഒറ്റക്കാവൽ നിഷിദ്ധമാണ് എന്ന് പറയുന്ന അധ്യായം ആരുമായി? ബിൽ അജ്നബിയ്യ, ഒരന്യസ്ത്രീയുമായി. ഒരന്യസ്ത്രീയും പുരുഷനും തമ്മിൽ ഒരിടത്ത് ഒറ്റക്കാവൽ ഹറാമാണ്. ഇതാണ് ഇനി ഏതാനും ഹദീസുകൾ നമുക്ക് കേൾക്കുവാനുള്ളത്. ഒന്നാമതായി ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഉദ്ധരിച്ച ഇത് ആയത്ത് തന്നെയാണ്. ആ ആയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്
നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ട്. എപ്പോഴാണ് ഒരു ഖൽവത്ത് സംഭവിക്കുക? ഖൽവത്ത് ഇല്ലാതെയാവാൻ ഒരാളും ഒരു അന്യ പുരുഷനും സ്ത്രീക്കുമിടയിൽ ആരുണ്ടായാലാണ് ഖൽവത്തില്ലാതെയാവുക? അത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒന്നാമതായി ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു കുട്ടി ഉണ്ടായാൽ തന്നെ ഖൽവത്ത് എന്നുള്ള നിയമത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഒരു അന്യ സ്ത്രീയും പുരുഷനും ഇടയിൽ ഒരു കുട്ടിയുണ്ട്. കുട്ടി എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന കുട്ടിയൊന്നും പോരാ, ഒരു തമീസിൻ്റെ പ്രായമെത്തിയ വകതിരിവുള്ള ഒരു കുട്ടിയാണ് അവിടെ ഉള്ളതെങ്കിൽ അപ്പോൾ ഖൽവത്തിൻ്റെ നിയമത്തിൽ അത് പെടൂല, ഹറാമാവൂല. അതിനെക്കുറിച്ച് അപ്പോൾ എന്താണ് തമീസ് എന്നുള്ള ചർച്ചയിലേക്കാണ് പിന്നെ പോകുന്നത്. ഈ സിന്നു തമീസ്, വകതിരിവിൻ്റെ പ്രായം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു കാര്യം ആ കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് മനസ്സിലാകും, ചോദിച്ചതിന് കൃത്യം ആ കുട്ടി മറുപടി പറയും, കുട്ടിക്ക് കാര്യങ്ങളെ സംബന്ധിച്ച് ഏകദേശം ബോധ്യമുണ്ട്. ആ നിലക്കുള്ള ഒരു പക്വതയായ ഒരു 7 വയസ്സുകാരനായ ഒരു കുട്ടിയാണെങ്കിൽ അത് മതിയെന്ന്. അതിനെ ചില പണ്ഡിതന്മാർ ചോദ്യം ചെയ്യണം, അത് പോരാന്നാണ് പറയുന്നത്. അതും പോരാന്ന്. കാരണം ചില സ്ത്രീകൾ കുട്ടികളെ കൊണ്ട് മറയാക്കാറുണ്ട്. ആർക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അവൾ തെറ്റിന് വേണ്ടി പുറത്തിറങ്ങുമ്പോൾ കൂടെ കുട്ടിനെയും കൂട്ടും. കുട്ടിനെ എന്തെങ്കിലും പറഞ്ഞ് മിഠായി അങ്ങനെ പറഞ്ഞയച്ചാൽ മതിയല്ലോ. വലിയ ആളെ പറഞ്ഞയക്കുമ്പോൾ വലിയ ആൾക്ക് ചിന്ത വരുമല്ലോ, കുട്ടികൾക്കത് മനസ്സിലാവില്ലല്ലോ. കുട്ടികളുടെ ശ്രദ്ധ ധരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളോ ഇനി വേണമെങ്കിൽ ഫോണോ അല്ലെങ്കിൽ ഒരു ഗെയിമോ ഒക്കെ കൊടുത്ത് വേറൊരു ഭാഗത്ത് ഇരുത്തിയാൽ പേരിന് പറയുമ്പോൾ എന്താണ്, ആ കുട്ടിയുണ്ടല്ലോ കൂടെ, എൻ്റെ കുട്ടിയുണ്ടല്ലോ കൂടെ. അപ്പം അത് പോരാ, ആ നിലക്കുള്ള കുട്ടികൾ പോരാന്ന്, സൂക്ഷ്മതക്ക് ആ നിലക്ക് അത് പോരാന്നാണ് പറയുന്നത്. കാരണം എന്താ പറയുന്നത്? പല രാജ്യങ്ങളിലും ഒരു സ്ത്രീയെയും പുരുഷനെയും ഒറ്റക്കായതിൻ്റെ പേരിൽ കേസെടുക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള കുട്ടികളുണ്ടായാൽ അത് പോലീസ് പരിഗണിക്കാറില്ല എന്നാണ്, കേസിനത് പരിഗണിക്കാറില്ല, അവനെ പരിഗണിക്കാറില്ല. അതൊക്കെ ഒരുപാട് ചർച്ചകളാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൂക്ഷ്മതക്കല്ല, ഒരു പ്രായപൂർത്തിയായ ഒരാളുണ്ടാവൽ തന്നെയാണ് അതിൻ്റെ പൂർണ്ണത. ഇനി ഒരു പുരുഷൻ്റെ കൂടെ ഒരു സ്ത്രീയും ഒരു പുരുഷനും അതോടൊപ്പം വേറൊരു പെണ്ണും കൂടി ഉണ്ടായാൽ മതിയോ? 2 പെണ്ണും ഒരാണും ചർച്ച ചെയ്യാണ് പണ്ഡിതന്മാർ. പറ്റൂല എന്നാണ് പറയുന്നത്, വരാനാ പറയുന്നത്. കാരണം 2 പെണ്ണുങ്ങൾ ഒരു പുരുഷൻ്റെ കൂടെ ആവാലോ. അതേപോലെ തന്നെ ഒരു സ്ത്രീ 2 പുരുഷന്മാർ ഒരു സ്ത്രീയെ വളച്ചുകൊണ്ടത് ആകാമല്ലോ. കന്യാടുകളുടെ കാര്യം പറയുന്നത് കേട്ടോ, ഒറ്റക്കാവാൻ പറ്റില്ല ഒക്കെ. ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഈ വിഷയത്തിലൊക്കെ ചർച്ചകളിലേറെ നടത്തിയിരിക്കുകയാണ്. ഇനി നമ്മളിതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത് എവിടെയെല്ലാം ഏതെല്ലാം സ്ഥലങ്ങളിലേക്ക് ബാധകമാകും. വാഹനമായാലും ഓഫീസാണെങ്കിലും അതുപോലെ തന്നെ അൽ ഖൽവത്തുൽ ഇലക്ട്രോണിയ എന്നാണ് ഇപ്പോഴത്തെ ആധുനിക ഭാഷ്യം. ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ ഒറ്റക്കാവുക. എങ്ങനെ? ഫോണിൽ സംസാരിക്കുക, ചാറ്റിങ്, ഒറ്റക്കല്ലേ. ശരീരം 2 ഭാഗങ്ങളിലാണെന്നല്ലേ ഉള്ളൂ, വേറെ എല്ലാ നിലക്കും അവിടെ ഒറ്റക്കാണ്. ഒറ്റക്കാകുന്നത് കൊണ്ടുള്ള അപകടങ്ങൾ പറഞ്ഞത് കേവലം ശാരീരിക സംഗമം മാത്രമല്ലല്ലോ, മറ്റു കാര്യങ്ങളുമില്ലേ. ആ മറ്റു കാര്യങ്ങളൊക്കെ ഇതിലൂടെ നടക്കുന്നുണ്ട്. അപ്പം ചാറ്റിങ്, അന്യ സ്ത്രീ പുരുഷന്മാർ ചാറ്റ് ചെയ്യൽ, അവർ ഫോണിൽ ദീർഘനേരം സംസാരിക്കുന്ന വിഷയത്തിനനുസരിച്ചിരിക്കും. ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, ഒരു പെണ്ണിൻ്റെ ശബ്ദം ഉറത്താന്നൊന്നുമില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീക്കൊക്കെ സംസാരിക്കാം, ഫോണിൽ സംസാരിക്കാൻ, ചാറ്റ് ചെയ്യാൻ, അതിനൊന്നും വിരോധമൊന്നുമില്ല. പക്ഷേ എന്ത് സംസാരിക്കുമ്പോൾ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ്? ഫലാ തഖ്ലഅന ബിൽ ഖൗലി, നിങ്ങൾ സംസാരത്തിൽ നൈർമല്യം പുലർത്തരുത്, തേൻ പുരട്ടി സംസാരിക്കരുത്, മധുര വാക്കുകൾ കൊണ്ട് നിങ്ങൾ സംസാരിക്കരുത്. എന്താ അതുകൊണ്ടുള്ള പ്രയാസം? ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകളുണ്ടാകും. അതവർക്ക് വേണ്ടാത്ത ചിന്തകളെ ഉണർത്തുവാനത് കാരണമായി തീരും. അതുകൊണ്ട് വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ നല്ല നിലക്ക് സാധാരണ പോലെ നിങ്ങൾ സംസാരിച്ചോളി. സാധാരണ നിലക്ക് നിങ്ങളെങ്ങനെ വരിയിലൊക്കെ സംസാരിക്കൽ കൊഞ്ചി കുഴഞ്ഞിട്ടാ? പാപ്പനോട് എങ്ങനെ സംസാരിക്കൽ? ഇങ്ങനെ കൊഞ്ചി കുഴഞ്ഞിട്ടല്ലല്ലോ. ഒരു നോർമൽ സംസാരം നിങ്ങൾക്കൊരു ശൈലി ഉണ്ടാവില്ലേ, ആ ശൈലിയിൽ സംസാരിച്ചോ. അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള ഹുദൂഅ് വേണ്ടാന്ന്, അത് വേണ്ടാന്നേ വിശുദ്ധ ഖുർആൻ പറഞ്ഞുള്ളൂ. അതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ ഒരൊറ്റ ആയത്താണ് ഇതിൻ്റെ ഉപോത്ബലകമായി ആദ്യം തന്നെ നൽകിയിട്ടുള്ളത്.
എന്താ നൽകിയത്? ഫൈദാ സഅൽതുമൂഹുന്ന മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. നിങ്ങൾ അവരോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ അല്ലാഹു തആല പറഞ്ഞു വഇദാ സഅൽതുമൂഹുന്ന, നിങ്ങൾ അവരോട് ചോദിക്കുന്നതായാൽ മതാഅൻ വല്ല വസ്തുവും അവരോട് ആവശ്യപ്പെടുന്നതായാൽ ഫസ്അലൂഹുന്ന, അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുവീൻ മിൻ വറാഇ ഹിജാബിൻ, ഒരു മറയ്ക്ക് പിന്നിൽ നിന്ന്. ദാലിക്കും, അതാണ് നിങ്ങൾക്ക് അത്ഹറു, ഏറെ പരിശുദ്ധിക്ക് യോജിക്കുന്നത്, ലിഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾക്കും, വഖുലൂബിഹിന്ന, ആ സ്ത്രീകളുടെ ഹൃദയത്തിലും വേണ്ടാത്ത ചിന്തകളൊക്കെ വരാതിരിക്കാൻ ഏറ്റവും പരിശുദ്ധിക്ക് യോജിക്കുന്നതും മാന്യതയ്ക്ക് യോജിക്കുന്നതും പവിത്രതയ്ക്ക് യോജിക്കുന്നതുമൊക്കെ ഒരു മറയ്ക്ക് പിന്നിലാവലാണ്. ഇതിപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വിഷയത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. നബിയുടെ മാതാക്കളുടെ അടുക്കലേക്ക് അന്യ സഹാബിമാർ കടന്നു ചെല്ലുമ്പോഴുള്ള മര്യാദകളാണ് പറഞ്ഞത്. എന്നാൽ ഏറ്റവും പവിത്രരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള സഹാബിമാരും തന്നെ ഒരു സഹാബിയുടെ ദറജയിലേക്ക് പിൽക്കാലത്തുള്ള ഒരാളും എത്തൂല. ഇസ്ലാമികമായി അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഏറെ പ്രാധാന്യമുള്ളവർ 4 സഹാബിമാരാണ്: അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും. അത് കഴിഞ്ഞാൽ പിന്നെ അശറത്തുൽ മുബശ്ശറ, സ്വർഗമുണ്ടെന്ന് സുവിശേഷം അറിയിക്കപ്പെട്ട 10 ആളുകൾ, അത് പ്ലസ് 6 ഈ 4 ആളുകളടക്കം. അതിൻ്റെ പുറമെ വീണ്ടും അതേപോലെ തന്നെ സ്വർഗ സുവിശേഷം അറിയിക്കപ്പെട്ടിട്ടുള്ള മഹാന്മാർ. അതിൻ്റെ പുറമെ പിന്നെ മുഹാജിറുകൾ, അൻസാറുകൾ, ബദറിൽ പങ്കെടുത്തവർ പോലെയുള്ള ആളുകൾ, ഇങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലാണ്. ഒരു സഹാബി ഒരൊറ്റ എത്ര കുറഞ്ഞ കാലം സഹാബിയായിട്ടുള്ള വ്യക്തിത്വമാണെങ്കിലും ഒരു സഹാബിയുടെ ദറജയിലേക്ക് ഖിയാമത്ത് നാൾ വരെ ഒരാൾ എത്ര മഹാനായാലും എത്തുകയില്ല. സഹാബി തന്നെയാണ്, ഒരാൾക്കും എത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് സഹാബിമാരെ സംബന്ധിച്ച് ഹദീസിൻ്റെ സനദിലൊന്നും ചർച്ചയില്ലല്ലോ. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്നൊരു കാര്യമാണ്, സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഒരു ഹദീസിന് 2 ഭാഗം ഉണ്ടാകും. ഒരു ഹദീസിന് 2 ഭാഗമുണ്ടാകും. ഒന്ന്, അതിൽ പറയുന്ന വിഷയം, അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കുകൾ, അതിന് നമ്മൾ മത്ന് എന്ന് പറയാം തൽക്കാലം. മത്ന്, അതാണ് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം അതാണ്. പിന്നെ അതിൻ്റെ പാർട്ടാണ് സനദ്. സനദ് എന്ന് പറഞ്ഞാൽ എന്താ? സനദ്, ചങ്ങല, പരമ്പര എന്നൊക്കെ പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഹദീസ് വായിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ ഇന്ന് നമ്മൾ തുടക്കത്തിലെ ഹദീസ് വായിച്ചപ്പോൾ നബി സഈദിനിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി എന്നിങ്ങനെയാണല്ലോ നമ്മൾ വായിച്ചത്. അവിടെ നിങ്ങൾ നോക്കൂ, അൻ നബി സഈദിനിൽ ഖുദ്രി, അതാരാ? സഹാബിയ. ആ സഹാബി നബിയിൽ നിന്ന് കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് കേട്ടയാൾ മുതൽക്ക് അതിൻ്റെ സനദ് ആരംഭിക്കുന്നു എന്ന് പറയാം. ഇപ്പോൾ സഹാബി കേട്ടു, സഹാബിയിൽ നിന്ന് താബിഈ കേട്ടു, താബിഈയിൽ നിന്ന് തബഉ താബിഈ കേട്ടു. അങ്ങനെ നമുക്കിത് കിട്ടിയ ഏതൊരു കിതാബിൽ നിന്നാണോ കിട്ടിയത് ആ ഗ്രന്ഥകാരൻ്റെ അടുക്കൽ എത്തുവോളമുള്ള ആളുകളെ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ചങ്ങല, ആ പരമ്പര, അതിനാണ് അറബിയിൽ സാങ്കേതികമായിട്ട് എന്തു പറയുക? സനദ് എന്ന് പറയുക. ആ സനദിലുള്ള ഓരോ ആളുകളെയും പരിശോധിക്കും. എന്നിട്ട് അവരൊക്കെ നല്ലവരാണെങ്കിൽ മാത്രമേ ആ ഹദീസ് എന്ത് ചെയ്യുകയുള്ളൂ? സ്വീകരിക്കുകയുള്ളൂ. അതിലാരെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് ചരിത്രം കൊണ്ട് തെളിഞ്ഞാൽ അയാളുടെ ഹദീസ് തള്ളും. എത്ര സൂക്ഷ്മമായിട്ടല്ലേ ഹദീസുകളൊക്കെ നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരു ഹദീസ് ദുർബലാകുന്നതിനൊക്കെയുള്ള കാരണങ്ങൾ അതൊക്കെയാണ്. ആ വിധത്തിലൊക്കെയുള്ള രൂപത്തിൽ എന്തു ചെയ്യുന്നു? നമ്മൾ ഹദീസുകളെ വിലയിരുത്തുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ആ സനദിൽ നബിയോട് തൊട്ട് കിടക്കുന്ന വ്യക്തി ആരായിരിക്കും? സഹാബിയായിരിക്കും. സഹാബിയെക്കുറിച്ച് ഹദീസ് നിരൂപണം നടത്തുന്ന ആരും എന്തു ചെയ്യൂല? ചർച്ച ചെയ്യൂല. സഹാബിയാണോ എന്ന് നോക്കുള്ളൂ. സഹാബിയാണെന്ന് പേരിൽ ഒരാൾ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതല്ല. അയാൾ സഹാബിയാണോ എന്നാൽ പിന്നെ അയാളെ ചരിത്രം ചകയൂല. കാരണം കുല്ലു സഹാബ അദൂൽ, എല്ലാ സഹാബിമാരും നീതിമാന്മാരാണ്. ഹദീസിൻ്റെ വിഷയത്തിൽ സഹാബിമാരൊക്കെ ആരാണ്? നീതിമാന്മാരാണ്. അവരെക്കുറിച്ച് പിന്നെ ചർച്ചല്ല. സഹാബിക്ക് ശേഷമുള്ളവരെ കുറിച്ചാണ് പണ്ഡിത ലോകത്ത് എന്ത് ചെയ്യുക?
ചർച്ച ചെയ്യുക. ഈ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് തുടക്കത്തിൽ കേട്ട ഹദീസ് ഉദ്ധരിച്ചത്. അബൂ സഈദിൽ നിന്ന് ആരുദ്ധരിച്ചു എന്ന് ഇപ്പുറത്തതിൻ്റെ ഹദീസിലുണ്ടാവും. ആ വ്യക്തിയെക്കുറിച്ച് പരിശോധിക്കും. അയാളുടെ ജീവിതം എങ്ങനെയായിരുന്നു, അയാളുടെ അഖീദ എന്തായിരുന്നു, അയാളുടെ വിശ്വാസം എന്തായിരുന്നു, അയാളുടെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു നിലപാടൊക്കെ. അതിൻ്റെ അദ്ദേഹത്തിൽ നിന്ന് ആര് കേട്ടു അതൊക്കെ പരിശോധിക്കും. അതൊക്കെ പരിശോധിച്ചിട്ട് അവരുടെ ഒക്കെ പേരുകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുണ്ട്. അതാണ് അസ്മാഉ റിജാൽ. ഹദീസിൽ വന്നിട്ടുള്ള ആളുകളുടെ പേരുകൾ, അവരുടെ ചരിത്രങ്ങൾ, വോള്യങ്ങൾ കണക്കിനുള്ള ഗ്രന്ഥങ്ങളാണ് ഒരു ഹദീസിൻ്റെ സനദിൽ പറയപ്പെട്ടിട്ടുള്ള ആളുകളുടെ ചരിത്രങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ലൈബ്രറികളിൽ നിന്നും ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ നമുക്ക് ഈ മേഖലയിൽ മാത്രം കാണാൻ സാധിക്കും. അപ്പോൾ അതോടുകൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നറിയോ, ഹദീസല്ലേ അതിപ്പോൾ ഖുർആൻ്റെ അതുമാതിരി അതിന് വിലയൊന്നുമില്ലല്ലോ എന്ന് ചില ആൾക്കാർ പറയും. ഇതൊക്കെ കല്ലും നെല്ലും വേർതിരിക്കാൻ മുൻഗാമികൾ ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. വളരെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് ഹദീസുകളൊക്കെ മുസ്ലിം ലോകത്ത് നിരൂപണങ്ങൾക്ക് വിധേയമാക്കിയിട്ടാണ്. അവയുടെ സ്വീകാര്യതയും അസ്വീകാര്യതയും ഒക്കെ പണ്ഡിതന്മാർ തോന്നിയതുപോലെ പറഞ്ഞതൊന്നുമല്ല അവരതിനെ സംബന്ധിച്ച് വിധി എഴുതിയിട്ടുള്ളത്. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്ന് അല്ലാഹു തആല പറഞ്ഞതാണ്. ഈ ഗ്രന്ഥത്തെ, പരിശുദ്ധ ഖുർആനിനെ, അദ്ദിക്റിനെ നാം ആണ് അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല പറഞ്ഞെടുത്ത് അത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ സംരക്ഷിക്കുന്നത് പോലെ അല്ലാഹു ഏതിനെയും സംരക്ഷിക്കും, ഹദീസുകളെയും സംരക്ഷിക്കും. അതുകൊണ്ടാണ് റബ്ബ് അതിനിവിടെ ആൾക്കാരെ ഏർപ്പെടുത്തി. വലിയ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരാണ് ഇതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചത്. എന്തിന്? ഹദീസുകൾ ക്രോഡീകരിക്കാനും അതിലെ കല്ലും നെല്ലും വേർതിരിക്കാനും നെല്ലും പതിരും വേർതിരിക്കാനും അവ ക്രോഡീകരിക്കാനും ഒക്കെ ഒരുപാട് അധ്വാനങ്ങളാണ് അതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിട്ടുള്ളത്. തദ്വീനു സുന്ന ഒരു മഹാവിജ്ഞാന ശേഖരമാണ്. സുന്നത്തിൻ്റെ ക്രോഡീകരണങ്ങൾ, അവയുടെ പ്രചരണങ്ങൾ, അതിലെ നിരൂപണങ്ങൾ ഒക്കെ നമ്മൾ ഹദീസ് ക്ലാസ്സിൽ ആണല്ലോ നമ്മൾ എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു പ്രാഥമികമായ വിവരങ്ങളാണ് ഇപ്പം കൈമാറുന്നത്. നമ്മളെ മനസ്സിലുണ്ടാവണം. അപ്പം നമ്മളല്ലാതെ ചില ആൾക്കാർ പറയും ഖുർആൻ ക്ലാസ് ആണെങ്കിൽ ഓക്കെ, ഹദീസ് ഇപ്പം എത്ര പ്രധാനമൊന്നും അല്ലല്ലോ. ഖുർആൻ മനസ്സിലാവണമെങ്കിൽ ഏത് വേണം? ഹദീസ് വേണം. ഖുർആൻ നിർത്തിവെച്ചിട്ട് ഒരാൾക്ക് ഖുർആൻ മനസ്സിലാക്കാൻ പറ്റുമോ? അള്ളാഹിൻ്റെ റസൂലിനെ അള്ളാഹ് ഇറക്കിയത് തന്നെ എന്തിനാണ്? നബിക്ക് ഖുർആൻ ഇറക്കിക്കൊടുത്തതിന് എന്തിനാണ്? വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസ്. ഖുർആൻ നിനക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ലിതുബയ്യിന ലിന്നാസ്, നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. അത് സ്വന്തം ഇഷ്ടപ്രകാരം നബി വിശദീകരിക്കൊന്നുമില്ല. അതല്ല വേറെ പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യൂഹ. അപ്പോൾ ഖുർആൻ വഹിയായതുപോലെ ഏതും വഹിയാണ്, ഹദീസും വഹിയാണ്. രണ്ടും ഒന്നും തന്നെയാണ്, രണ്ടും റബ്ബിൽ നിന്നാണ്. അതുകൊണ്ട് രണ്ടും ഒരേപോലെ പ്രമാണമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അല്ലാഹുൽ മുവഫിഖ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ അപ്പോൾ ആ കാലഘട്ടത്തിലുള്ള സൂക്ഷ്മതയുള്ള സഹാബ വനിതകളും സഹാബ പുരുഷന്മാരും അതുപോലെ തന്നെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോ ആയിട്ട് പോലും അവരോട് ഇടപഴകുമ്പോൾ ഇപ്രകാരം നിങ്ങൾ അതിൻ്റേതായ ഒരു മറയും അതിൻ്റേതായ ഒരു പക്വതയും മാന്യതയും പാലിക്കണം എന്ന് പറഞ്ഞാൽ അത് അവർക്കുള്ള നിയമമാണ്, നമുക്കത് ബാധകമല്ല എന്നല്ലല്ലോ ചിന്തിക്കേണ്ടത്. അത്രയും സൂക്ഷ്മതയുള്ള ഒരു കാലത്ത് ജീവിച്ച സൂക്ഷ്മതയുടേതായ പര്യായങ്ങളായ ആളുകളോട് പോലും ഇപ്രകാരമാണ് പറഞ്ഞതെങ്കിൽ ഇന്നിൻ്റെ കാലഘട്ടത്തിലെ ആളുകൾ എത്രത്തോളം ആ മേഖലയിൽ ശ്രദ്ധിക്കണം എന്ന മറുവശമല്ലേ നമ്മളതിൽ ഉൾക്കൊള്ളേണ്ടത്? നേരെ മറിച്ച് അതിനെ വ്യാഖ്യാനിച്ചവരുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇതൊക്കെ സഹാബ വനിത, ഇതൊന്നും എല്ലാവർക്കും ബാധകമല്ല, ഇന്നത്തെ കാലക്കാർക്കൊന്നും ഇത് ബാധകമല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഭാര്യമാരോടുള്ള മാത്രം നിയമമാണ്. കാരണം അവർക്ക് സെപ്പറേറ്റ് കുറേ നിയമമുണ്ടല്ലോ. റസൂലുള്ളാഹിൻ്റെ വഫാത്തിൻ്റെ ശേഷം അവരെ കല്യാണം കഴിക്കാൻ പാടില്ലല്ലോ, ഒരു ഉമ്മാരെ സ്ഥാനത്തല്ലേ. അപ്പോൾ അതേപോലുള്ളൊരു നിയമമാണിത്. ഇത് പൊതു നിയമമല്ല എന്ന് പറയാറുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും ബാധകമാണ്. ആ മറുവശമാണ് ഇപ്പം ഞാനിതുവരെ ഓർമ്മപ്പെടുത്തിയത്. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് അവരുടെ കാര്യത്തിൽ പോലും അത്ര. കാരണം പറഞ്ഞതെന്താണ്? അതാണ് പണ്ഡിതന്മാർ പ്രത്യേക ഊന്നി പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ മറക്ക് പിന്നിലാവലാണ് വേണ്ടത് എന്ന് പറയാൻ എന്താ കാരണം? ദാലിക്കും മത്ഹറുലി ഖുലൂബിക്കും വ ഖുലൂബിഹിന്നാൻ. അവർ നബിയുടെ ഭാര്യമാരായതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മമാരായതുകൊണ്ട് എന്നല്ലല്ലോ പറഞ്ഞത്. അതിനുള്ള ഇല്ലത്ത് കാരണം എന്താ പറഞ്ഞത്? അതാണ് നിങ്ങൾക്കും ഹൃദയശുദ്ധിക്ക് നല്ലത്, അവർക്കും ഹൃദയശുദ്ധിക്ക്
നല്ലത്. അപ്പോൾ ഹൃദയം എല്ലാ കാലത്തുമില്ലേ? അന്നുള്ള ഹൃദയത്തേക്കാൾ ഇന്നല്ലേ കൂടുതൽ മലീമസമായ കാലഘട്ടം? അപ്പം ഇന്ന് കൂടുതലല്ലേ ആ മേഖലയിൽ സൂക്ഷ്മത വേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്നൊക്കെ കാലത്തൊക്കെ അത് പറയുമ്പോൾ എന്താ പറയുന്നല്ലോ, 6-ാം നൂറ്റാണ്ടെന്നൊന്നും അല്ല, 1-ാം നൂറ്റാണ്ടെന്ന് ബസ് ഇട്ടാത്തവനാണെന്ന് പറയും. എത്തപ്പം ഇയാൾ ഈ പറയുന്നു? ഇതൊക്കെ ഇപ്പോൾ നടക്കണ കാര്യമാണ്. നടക്കുന്നിടത്തോളം നടത്തിക്കൂടെ? സൂക്ഷ്മത പുലർത്താവുന്നിടത്തോളം പുലർത്തിക്കൂടെ? അത്രയല്ലേ ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ എത്രത്തോളം അതൊക്കെ ഈസി ആയിട്ട് വിട്ടയിടത്തൊക്കെ അതിൻ്റെ അപകടങ്ങൾ കാണുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നല്ലത്. പിന്നെ അല്ലാഹു തആല അവനറിയാലോ ഓരോരുത്തരുടെയും ലറൂറത്തുകൾ, ഓരോരുത്തരുടെയും നിർബന്ധിത സാഹചര്യങ്ങൾക്ക് ഇസ്ലാമിൽ പലപ്പോഴും ചില ഘട്ടങ്ങളെ പറ്റി അസ്ല് തന്നെ എന്താണ്? അൽ-ലറൂറ തുബീഹുൽ മഹ്ദൂറാത്ത്. അൽ-ലറൂറാത്തു തുബീഹുൽ മഹ്ദൂറാത്ത്. അതൊരടിസ്ഥാനമായ ഫിഖ്ഹിൻ്റെ ഒരു അടിസ്ഥാന തത്വമാണ്. അൽ-ലറൂറാത്തു നിർബന്ധിത സാഹചര്യങ്ങൾ, തുബീഹുൽ മഹ്ദൂറാത്ത് ചില നിഷിദ്ധങ്ങളെ അത് അനുവദിച്ചു തരുന്നു. അതെല്ലാം നമ്മളാ നിർബന്ധിത സാഹചര്യത്തിൻ്റെ പട്ടിക നമുക്ക് തോന്നിയതുപോലെ നമ്മളാണ് വികസിപ്പിച്ചെടുക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. അതെത്രയാണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളത് ഓരോരുത്തർക്ക് ബോധ്യമാവും. പിന്നെ ഇത് ആരെയും ബോധിപ്പിക്കേണ്ട കണക്കൊന്നുമല്ലല്ലോ ഇപ്പോൾ ഇത്. ഇതിപ്പോൾ ആരെ ബോധിപ്പിക്കേണ്ട കണക്കാ? ഞാൻ മരിച്ചുപോയാൽ ഞാനും എൻ്റെ റബ്ബായിട്ട് വരേണ്ട കണക്കാണ്. അവിടുത്തെ ചിന്തയുള്ളവർക്കൊക്കെ എന്തു ചെയ്യുക? അവനക്കത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. അല്ലാത്തവനക്കിപ്പോൾ എന്താ? അല്ലാത്തവർക്ക് ഇപ്പോൾ ഇതൊന്നും ബാധകമാവില്ലല്ലോ. നമ്മൾ പറയുന്നതൊക്കെ മുസ്ലിമീങ്ങളോടാണല്ലോ, നമ്മൾ പറയുന്നതൊക്കെ വിശ്വാസികളോടുമാണ്. അല്ലാത്തവരിപ്പോൾ ഇതൊന്നും എടുത്തിട്ട് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ക്ലിപ്പുണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ പറയുന്നത് വിശ്വാസികളോടാണ്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെട്ട ദൈവീക ബോധമുള്ള ആളുകളോടാണ്. അപ്പം നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്തവർ ട്രോളും, അല്ലാത്തവർ പരിഹസിക്കും. നമ്മൾ ഹദീസ് ക്ലാസ്സിൽ നിന്ന് നമ്മളെടുത്തൊരു ക്ലിപ്പ് എടുത്തിട്ടിപ്പോൾ വല്ലാതെ ട്രോളുണ്ട് ചില അമുസ്ലിം സ്ത്രീകൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു സ്ത്രീകൾ സുഗന്ധം ഉപയോഗിക്കുന്നതിൻ്റെ വ്യത്യസ്ത വിധികൾ പറഞ്ഞിരുന്നു. അതിന് അര സെക്കൻഡ് എത്രയെന്നാണ് പറയുന്നത്, എത്ര സെക്കൻഡിന് പോലും കണക്കൂട്ടാൻ പറ്റില്ല. അത് മുറിച്ചിനെടുത്തിട്ട് ഒരു പെണ്ണ് വളരെ മോശമായിട്ട് നമ്മൾ തെറി പറയുകയാണ്. ഞാൻ പറഞ്ഞോ സ്ത്രീകൾ നാറിപ്പൊഴുത്ത് നടക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കേട്ടോലല്ലോ നിങ്ങൾ. അതിൻ്റെ ബാക്കി ഭാഗം കേട്ടാൽ 3 മിനിറ്റ്, ഏകദേശം 3 മിനിറ്റുള്ള ക്ലിപ്പാണ് ഇറക്കിയത് തന്നെ. ആ 3 മിനിറ്റ് വെച്ചാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. എന്നിട്ട് സുഗന്ധം ഉപയോഗിക്കുന്ന പെണ്ണുങ്ങളൊക്കെ വേശ്യാന്ന് വിളിച്ചു എന്നാണ് ഇപ്പം എൻ്റെ പേരിലുള്ള പരാതി. ഞാൻ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലഘട്ടം. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കത് പറയുന്നത്. ഇത് മുറിച്ചെടുത്തിട്ട് ആരും ക്ലിപ്പാക്കണ്ട. നമ്മൾ പറയുന്നത് ദൈവീക ബോധമുള്ള വിശ്വാസികളോടാണ്. അല്ലാത്തവർ നിങ്ങളെ പണി നോക്കി നിങ്ങൾ പൊയ്ക്കോ. ഇവിടെ ആർക്കും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ആർക്കും എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ സന്ദർഭത്തിൽ നിന്നൊരു വാചകം അടർത്തിയെടുത്തത്. അപ്പോൾ കേൾക്കുന്നവനെ തെറ്റിദ്ധരിക്കുകയും ചെയ്യുക. കാരണം എന്താ വെച്ചാൽ വിശദീകരണം വഴിയാണല്ലോ വരുന്നത്. നമ്മൾ ഹദീസിൻ്റെ അർത്ഥം എങ്ങനെയാണ് പറയുമ്പോൾ അത് മാത്രം എടുത്തു. ഒരു 4-5 സെക്കൻഡറ്റെ കഴിഞ്ഞു. അത് വെച്ചാണ് കസറാണ് അവൾ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഇനി ഇതൊന്നും കിട്ടും. ഏത് ക്ലാസ്സിൽ നിന്നപ്പം അങ്ങനെ തപ്പിയാൽ കിട്ടാത്തത് ഇങ്ങനെ കിട്ടും. പറയുന്നവർ പറഞ്ഞോട്ടെ, നമുക്കത് നിർത്താനൊന്നും പറ്റൂല. നമ്മൾ സംസാരിക്കുന്നത് വിശ്വാസികളോടാണ്. പറയാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ സഹോദരങ്ങളെ, ഇനി ഇതിലെ ഹദീസുകളിലേക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒന്നാമതായി തന്നെ وعن عقبة بن عامر رضي الله عنه أن رسول الله صلى الله عليه وسلم قال إياكم والدخول على النساء فقال رجل من الأنصار أفرأيت الحمو قال الحمو الموت متفق عليه الحمو قريب الزوج كأخيه وابن أخيه വബിനി അമ്മിഹി. എന്താണ് വിഷയം? ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇയ്യാകും വദ്ദുഖൂൽ അലൻ നിസാ. ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണേ. അത് വാണിങ്ങിനുള്ള പദമാണ്. ഇയ്യാകും, നിങ്ങൾ സൂക്ഷിക്കണം, ഭയപ്പെടണം. വദ്ദുഖൂല അലൻ നിസാ, അന്യ സ്ത്രീകളുടെ സമീപത്തേക്കുള്ള പ്രവേശനം.
ദുഖൂൽ എന്ന് പറഞ്ഞാൽ പ്രവേശനം. ദുഖൂല അലന്നിസ, അന്യ സ്ത്രീകളുടെ സമീപത്തേക്കുള്ള പ്രവേശനത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പന. ഫഖാല റജുലുൻ മിനൽ അൻസാർ, അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, നബിയെ അഫറഅയ്തൽ ഹമുവ, അപ്പോൾ ഹമുവ് പ്രവേശിക്കുന്നതിനെ കുറിച്ച് അങ്ങയുടെ നിലപാട് എന്താണ്, അഭിപ്രായം എന്താണ്? എന്താ ഹമുവ്? ഖാല, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ ഹമുവ് അൽ മൗത്ത്, ഹമുവ് പ്രവേശിക്കൽ, അൽ മൗത്ത് അത് മരണാണ്. ഇനി അത് നൽകിയിട്ട് അതിൻ്റെ ഫുട് നോട്ട് കൊടുത്തോ നോക്കൂ. വൽ ഹമുവു, നവവി ഇമാമ കൊടുക്കുന്ന ഫുട് നോട്ടാണ്. വൽ ഹമുവു, ഹമുവ് എന്ന് പറഞ്ഞാൽ എന്താണ് അറബി ഭാഷയിൽ ഉദ്ദേശിക്കുന്നത്? ആരാണത്? ഖരീബു സൗജി, ഭർത്താവിൻ്റെ ബന്ധുക്കളാണ്. ഭർത്താവിൻ്റെ ബന്ധുക്കൾക്കാണെന്ന് പറയാ, ഭർത്താവിൻ്റെ ബന്ധുക്കളായ ആണുങ്ങൾക്കാണെന്ന് പറയാ ഹമുവ് എന്ന് പറയാ. ഇതുപോലെ ക അഖീഹി, ഭർത്തൃ സഹോദരൻ, ഭർത്താവിൻ്റെ താഴെയുള്ള ആളോ മേലുള്ള ആളോ, ഇപ്പോൾ ഇളയച്ചൻ, മുത്തച്ഛൻ എന്നൊക്കെ പറയണേ നമ്മുടെ നാട്ടിൽ നാടൻ പ്രയോഗം. ഭർത്താവിൻ്റെ അനുജൻ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ. വബിനി അഖീഹി, അല്ലെങ്കിൽ ഭർത്തൃ സഹോദരൻ്റെ മകൻ, അതായത് ഭർത്താവിൻ്റെ സഹോദരൻ്റെ മക്കൾ, ആൺമക്കളും ഇതിൽ പെടും. വബിനി അമ്മിഹി, ഭർത്താവിൻ്റെ പിന്നെ എന്താ പറയുക, ഒബിന് അമ്മ എന്ന് പറയുമ്പോൾ ആരാണ്? ഉമ്മയുടെ ബ്രദേഴ്സ്, ഭർത്താവിൻ്റെ അവരുടെ മക്കൾ, അമ്മിൻ്റെ മക്കൾ, ഇബിന് അമ്മ ഒക്കെ നമ്മൾ മെഹ്റം വിശദീകരിച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒക്കെ മെഹ്റമിൽ പെടും. മെഹ്റമിൻ്റെ നിർവചനം അന്ന് നമ്മൾ വളരെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായ നിലക്ക് നമ്മളോട് എന്താ നോക്കാൻ പറഞ്ഞത്? ഒരു സ്ത്രീ ഒരു പുരുഷനും തമ്മിൽ അന്യരാണോ അല്ലേന്ന് നോക്കുവാനുള്ള പ്രാഥമിക മാർഗം എന്താണ്? ഇവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നാണ്. കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാൽ മെഹ്റമല്ല, മെഹ്റമാണ്. കല്യാണം കഴിക്കാൻ പറ്റൂലേ എന്നാൽ മെഹ്റം നേരെ പറിച്ചാണല്ലേ. കല്യാണം കഴിക്കാൻ പറ്റൂലെങ്കിൽ മെഹ്റമാണ്, കല്യാണം കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്യരാണ്. അന്ന് നമ്മൾ കുറേ എണ്ണി പറഞ്ഞിരുന്നു ഓരോരുത്തരെയും സംബന്ധിച്ച്. അപ്പം അവർ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതും മരണമാണെന്ന് പറഞ്ഞത്. ഭാഷയിലുള്ളൊരു പ്രയോഗമാണ് അൽ അസദു അൽ മൗത്തു, സിംഹമെന്നോ മരണം ഉറപ്പിച്ചോ. അങ്ങനെ ഭയങ്കര ഗുരുതരമായ കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ ചേർത്ത് പറയാൽ മൗത്തോ, അതിനെ കാണാൻ എനിക്ക് മരിക്കലാണ്. ആ മരിക്കലാന്നല്ലേ. പിന്നെ ഇവരാണ് കടന്നു വരികയാണെങ്കിൽ അത് മരണമാണ്, മരണസമാനമാണ്. അതെന്താ കാരണം എന്നറിയോ? അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്, നിങ്ങൾ അന്യ സ്ത്രീകളുടെ സമീപത്തേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ നിങ്ങളവിടെ ഒറ്റക്കാവും. അന്യ സ്ത്രീയല്ലേ, അതിൻ്റെ താത്തയല്ലേ, എൻ്റെ കാക്കാൻ്റെ ഭാര്യയല്ലേ, അല്ലെങ്കിൽ എൻ്റെ അനിയൻ്റെ ഭാര്യയല്ലേ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ പോവും. പറ്റൂല എന്ന്. അവരാകുമ്പോൾ കൂടുതൽ ഗൗരവമാണ്. എന്തുകൊണ്ട്? ഒരന്യ ആൾ വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും സീരിയസ് ആയിട്ട് തോന്നും. അതെന്താ അയാളവിടെ, അയാളെന്താപ്പോൾ അവിടെ വരുന്നത്? അയാൾ സാധു വേറെന്തേ കാര്യത്തിന് വരുമോ? ദുരുദ്ദേശത്തിൽ മറ്റവൻ വരുമ്പോഴോ അത് കുഴപ്പമില്ല, ഓളെ പിന്നെ ഭർത്താവിൻ്റെ അനിയനാ, അത് ഭർത്താവിൻ്റെ ഏട്ടനാ, ആ എക്സ്ക്യൂസ് അവിടെ കിട്ടുന്നുണ്ട്, ആ ഇളവ് കിട്ടുന്നുണ്ട്, അതന്നെ അപകടം, അതന്നെയാണ് അപകടം. ആരും ചിന്തിക്കൂല. ആൾക്കാർ നിർഭയത്വം കാണിക്കുന്ന മേഖലയാണ് ഇത്. എന്നാൽ ഇതുകൊണ്ടാണ് ഒരുപാട് അപകടങ്ങൾ വേറെ ഉണ്ടാകുന്നത്. എത്ര കേസുകളാണെന്ന് സൈക്കോ പ്രശ്നമായിട്ടെന്ന് യൂട്യൂബിൽ തിരഞ്ഞു നോക്കിയാൽ അതന്നെ ഹെഡിങ്ങൾ, അതിനൊക്കെ എത്ര വ്യൂവേഴ്സ്. മകളും ഭർത്താവിൻ്റെ പിതാവുമായി കൊണ്ടുള്ള അവിഹിതമായ ബന്ധം, അതിനൊക്കെ വ്യൂവേഴ്സ് എത്രയെന്നു ലക്ഷക്കണക്കിനാണ്. ആളുകൾക്ക് വലിയ മാറ്റർ കിട്ടിയില്ലേ? അതൊക്കെ വലിയ ഒരു പ്രശ്നമല്ലാന്ന്. എത്ര വീടുകളിൽ മരുമകളാണ്, മരുമകള്, ഇനി മരുമകളുമായിട്ടുള്ള വഴിവിട്ട ബന്ധം എന്ന് പറയാം. ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ എന്തുകൊണ്ടാണ്? മഹാരിമിനെ കുറിച്ച് പറഞ്ഞിടത്ത് പോലും പണ്ഡിതന്മാർ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്, മെഹ്റമിൻ്റെ മുമ്പിൽ ഒരു സ്ത്രീ അവൾ ഈ നിലക്കൊക്കെ കൈത്തണ്ടയും മറ്റുമൊക്കെ കാണിക്കാനൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ പോലും
അത്ര സൂക്ഷ്മതയൊന്നുമില്ലാത്ത ചില ആളുകളാണെന്നൊരു സ്ത്രീക്ക് ബോധ്യമായാൽ അന്യ ആണുങ്ങളെപ്പോലെ അവരെയും കാണണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബാപ്പ മകളെ ഗർഭിണിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ നിന്ന് കേട്ടിട്ട് നമുക്കെന്നെ ഒരു പ്രതികരണ ശേഷി പോലും നഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ ഒരു വിഷയ എന്ന് നമുക്ക് തന്നെ തോന്നുന്നല്ലേ? എന്താ നമുക്ക് അങ്ങനെ അതൊക്കെ ഒരു വിഷയമാണെന്ന് തോന്നുന്നത്? ഫസ്റ്റിൽ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടിയില്ലേ? രണ്ടാമത് കേൾക്കുമ്പോൾ ഞെട്ടലിൻ്റെ ശക്തി ഒന്ന് കുറയും, മൂന്നാമത് കേൾക്കുമ്പോൾ തീരെ ഞെട്ടൂല. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഞെട്ടലിൻ്റെ ഊക്ക് ഇങ്ങനെ കുറയും നമുക്ക്. അതാണ് ഈ പ്രശ്നം. അങ്ങനെയാണ് ഈ ഒരു നുണ ആവർത്തിച്ചാൽ അതൊരു നന്മയായി പിന്നെ ശരിയായി വരും എന്ന് പറയുന്നത് ഗീബൽസിയൻ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ അന്യ ആണുങ്ങളെ സൂക്ഷിക്കുന്ന അതിനേക്കാൾ സൂക്ഷിക്കണം എന്ത് കുടുംബത്തിൽപ്പെട്ടവർ. അവിടെയാണ് നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ആവർത്തിക്കുന്നത്. അതെൻ്റെ കസിനാണ്, കസിൻ ബ്രദറാണ്, കസിൻ സിസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ അങ്ങനെയുള്ളൂ സൗകര്യം. ഇന്നിപ്പോൾ ഒരുവിധമൊക്കെ ആളുകളൊക്കെ വേഗം വീട് വെച്ച് പോവും. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തറവാടല്ലേ, അവിടെ ഒരു വെല്ലിപ്പി വരും, വെല്ലിമ്മ ഉണ്ടാവും, 4 ആൺമക്കളുണ്ടെങ്കിൽ ആ 4 ആൺമക്കളും കെട്ടിക്കൊടുന്ന പെണ്ണുങ്ങളും ഉണ്ടാകും, അവർക്ക് മക്കളും ഉണ്ടാകും, അവരുടെ മക്കളും ഉണ്ടാകും. ഇങ്ങനെയാണ് പണ്ടത്തെ തറവാട് സിസ്റ്റം. എന്നേ ഇപ്പോൾ ഇതൊക്കെ മാറിയത്? നമ്മളെ ഈ ഗൾഫിലേക്കൊക്കെ ആളുകൾ വരണൊളകിൻ്റെ ശേഷം കുറച്ചൊക്കെ ഒരു പച്ചപ്പ് സാമ്പത്തികമായിട്ട് നേടിയപ്പോഴേ വേറൊരു പുര വെച്ച് പോകലൊക്കെ ആലോചിച്ചതുപോലും ഉള്ളൂ. എന്നാൽ തന്നെ ഒന്ന് പുര വെച്ച് പോകുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നാട്ടിൽ ഒരു ഇടിമിന്നലിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോഴൊക്കെ ഒന്ന് വേറെ പോകാഞ്ഞിട്ട് തിരക്കായി എന്നൊക്കെ പറഞ്ഞിരുന്നത്. എത്ര ആൾക്കാർ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ട് പോലും വേറെ പുര വെക്കാതെ ഇരുന്നു എന്നറിയോ? നമ്മുടെ നാടുകളിൽ എന്താ നാട്ടുകാർ പറയും, ഓനിക്കിപ്പോൾ പെട്ടെന്ന് ആയപ്പോഴേക്കും ഓന് മാറി താമസിക്കണം, ഓൻ്റെ പെണ്ണിൻ്റെ കുഴപ്പമാണിത്, പെണ്ണ് തരയണമന്ത്രം നടത്തിയിട്ടാണ് ഇപ്പോൾ വേറെ പുര ഉണ്ടാക്കിപ്പിച്ചത് എന്ന് പെണ്ണുങ്ങൾക്ക് കുറ്റം. അങ്ങനെ പലർക്കും ഉണ്ടാവും. അതൊക്കെ പേടിച്ചിട്ട് ഇപ്പം ആ പേടിയൊക്കെ പോയി. ഇപ്പോൾ ആളുകൾ സൗകര്യമായ വേറെ മാറി താമസിക്കും. അന്നിപ്പോൾ ഒരു വിഷയമില്ലാതായി. പക്ഷേ ഒരു കാലഘട്ടം അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ അന്നപ്പോൾ വീട്ടിൽ താത്താൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ അവിടെ ഇപ്പോൾ ആളുണ്ട് നോക്കിയിട്ടല്ലല്ലോ കയറും ഇറങ്ങും. പക്ഷെ അവിടെയൊക്കെ അങ്ങനെ വന്നാൽ ഒരു ഭർത്താവ് പുറത്തു പോകേണ്ടി വരും, ഭർത്താവിൻ്റെ അനുജൻ മാത്രമേ ഉള്ളൂ ഒരു ഫ്ലാറ്റിൽ, ഇനി ഭാര്യയുള്ളൂ, ഭർത്താവ് ജോലിക്ക് പോയാൽ ഭർത്താവിൻ്റെ അനുജനോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനോ ഉള്ളൂ. എന്താ പണ്ഡിതന്മാർ പറയുന്നത്? നിങ്ങളത് പിന്നെ പാടില്ലാണ്, അതിൻ്റേതായ രീതിയിൽ നിങ്ങളത് കൈകാര്യം ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾ അവരുടേതായ കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അത് കൃത്യമായിട്ട് അതിന് വരമ്പുകൾ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. അതൊന്നൊരു മോശമല്ല. ഞാനങ്ങനെ പറഞ്ഞാൽ അവനെന്തോ വിചാരിക്കോ, ആ ബന്ധം മുറിയിലെ എന്നെപ്പറ്റി എൻ്റെ കാക്കന്നെ തെറ്റിദ്ധരിച്ചില്ലേ അല്ലെങ്കിൽ എൻ്റെ അനുജനെ തെറ്റിദ്ധരിച്ചില്ലേ എന്ന് വിചാരിക്കൂലേ എന്നൊന്നും ചിന്തിക്കരുത്. മാന്യമായി നല്ല നിലക്ക് ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൻ്റെ നിയമം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന് അനിവാര്യ സാഹചര്യങ്ങൾ വരുമ്പോൾ അത്രയ്ക്കല്ലേ നമുക്ക് കഴിയുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ കയറി വരുന്നതും ഇതിനെക്കുറിച്ച് എന്താ അഭിപ്രായം എന്നാ സഹാബി ചോദിക്കാൻ തന്നെ കാരണം എന്തായിരിക്കും? അന്നത് നടപാടുന്നുണ്ടാകും, അങ്ങനെ വരുന്നുണ്ടാകും. അപ്പോൾ അതും തെറ്റാവോ നബിയെ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു അത് ഏറെ തെറ്റാണ്. കാരണം അന്യർ വരുമ്പോൾ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ നോട്ടവും ശ്രദ്ധയും ജാഗ്രതയൊന്നും അടുത്തോര് വരുമ്പോൾ അന്യ ആൾക്കാർക്ക് കാണുമ്പോൾ പോലും ഉണ്ടാവില്ല. കാരണം അതവൻ്റെ ബന്ധുവല്ലേ, ആ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ഏറ്റവും ബന്ധപ്പെട്ടവരല്ലേ, സംശയിക്കാനൊന്നുമില്ലല്ലോ. എന്നിടത്ത് അപകടം കൂടുതൽ വരും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്. അൽ ഹമു അൽ മൗതു, അടുത്ത ബന്ധുക്കളാണോ എന്നാ അപകടം കൂടുതലാണ്. അതാണ് അൽ ഹമുവു, അടുത്ത ബന്ധുക്കൾ, ഭർത്താവിൻ്റെ അടുത്ത ബന്ധുക്കളുടെ പ്രവേശനം. അൽ മൗത്തു, അത് മരണസമാനമാണ് ആണ് ഹദീസിൻ്റെ അർത്ഥം. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒറ്റക്കാവൽ എന്ന് പറഞ്ഞല്ലോ, ഈ ഒറ്റക്കാകുന്നത് എവിടെയെല്ലാം എന്നുള്ളതൊക്കെ ഏതെല്ലാം വിധത്തിൽ എന്നുള്ളതൊക്കെ നമ്മൾ ശേഷം അടുത്ത ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരനുസരിച്ചുകൊണ്ട് ജീവിതത്തെ പരമാവധി ക്രമീകരിക്കുവാനുമുള്ള സൂക്ഷ്മത പാലിക്കുവാനുമുള്ള റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.